ഫൈനലി നമ്മൾ നമ്മുടെ അല്ലേക്കുട്ടന്മാർക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു ഹൗസ് മേക്ക് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് ഞാൻ തിങ്ക് ചെയ്യായിരുന്നു ഒരു ഹൗസ് അവർക്ക് വേണ്ടി ഉണ്ടാക്കണം, കാരണം എല്ലാവരും എൻ്റെ പുറകെ നടക്കുകയായിരുന്നു. അപ്പോൾ ഇന്നെന്തായാലും അവർക്ക് വേണ്ടി ഒരു വീട് ഉണ്ടാക്കി കൊടുത്തിട്ട് തന്നെ കാര്യം. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് പണിയാൻ പോകുന്നതെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. സോ എങ്ങനെയെങ്കിലുമൊക്കെ നമുക്കൊരു ബെറ്റർ ഹൗസ് ഉണ്ടാക്കി കൊടുക്കണം. അവർക്ക് ഹാപ്പി ആവണമല്ലോ. ഒരുത്ത് അവരുടെ വീടിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ എനിവേയ്സ് നമുക്ക് ആ ഒരു വീട് അങ്ങോട്ട് ക്രിയേറ്റ് ചെയ്യാം. അതിനൊക്കെ മുന്നേ നമുക്ക് ആ ഒരു ഹൗസ് പണിയാൻ ആവശ്യമായ മെറ്റീരിയൽസ് കളക്ട് ചെയ്യണം. അപ്പോൾ അതാണ് ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വേഗം തന്നെ അതിനുള്ള കാര്യങ്ങൾ ചെയ്യാം. അത് കഴിഞ്ഞാലാണ് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇന്ന് ഫുൾ ബിൽഡ് ചെയ്ത് തീർക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. ടൈമിനനുസരിച്ച് ഞാൻ ഫുൾ ബിൽഡ് ചെയ്യാൻ നോക്കാം. ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഫുള്ളായിട്ട് ബിൽഡ് ചെയ്ത് ഡീറ്റെയിൽ ഒക്കെ ചെയ്ത് ഫുൾ സെറ്റാക്കാം. ഇന്ന് നമുക്ക് ആദ്യം തന്നെ ഫുൾ സാമാനങ്ങൾ കളക്റ്റും ചെയ്യണം. പിന്നെ കുറച്ച് ബിൽഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നോക്കാം, ടൈം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുറച്ച് വുഡിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ എൻ്റെ കൂടുതൽ ഏത് വുഡാണോ ഉള്ളത് അത് യൂസ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇതാ ഈ ഒരു ഡാർക്ക് ഓക്ക് ഉണ്ട്, പക്ഷേ അതിൻ്റെ പ്ലാങ്സ് അല്ല, മറ്റേ ഇതില്ലേ പ്ലാന്റ് നടുന്ന സാധനം അതെൻ്റെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം നമുക്ക് സ്പ്രൂസ് യൂസ് ചെയ്യാം. അതിൻ്റെ സാപ്ലിങ് എൻ്റെ കയ്യിലുണ്ട് തോന്നുന്നുണ്ട്. അതപ്പോൾ 11 ഉണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്യാം. അപ്പോൾ അതാകുമ്പോൾ എനിക്ക് നടുകയും ചെയ്യാം, അത് വളരുന്നതിനനുസരിച്ച് വുഡ് കളക്ട് ചെയ്യുകയും ചെയ്യാം. അപ്പം അതൊക്കെയാണ്. ഇനി എനിക്ക് കുറച്ച് സാൻഡ് വേണം. സാൻഡ് മെയിനായിട്ടും ഗ്ലാസ്സിനും പിന്നെ സാൻഡ് സ്റ്റോണിനുമാണ്. അപ്പോൾ എൻ്റെ കുറച്ച് സാൻഡ് സ്റ്റോൺ ഇരിപ്പുണ്ട്, അതെടുക്കാം. പിന്നെ ബാക്കി കുറച്ച് ഉണ്ടാക്കാം. അപ്പോൾ ഇതാ ബാക്കി കുറച്ച് എൻ്റെ കയ്യിലുള്ള ഫുൾ സാൻഡ് എടുത്തിരിക്കാം. ഇത് തികയുമെന്ന് അറിയത്തില്ല. തികഞ്ഞില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും മല്ലയ്യ, ആകെ പണിയാവും. എന്തായാലും നമുക്ക് കിട്ടിയ സാൻഡൊക്കെ എടുത്ത് നമുക്കൊന്ന് സ്മെൽറ്റ് ചെയ്ത് ഗ്ലാസ് ആക്കാം. അതുപോലെ തന്നെ കുറച്ച് സാൻഡ് സ്റ്റോണും ഉണ്ടാക്കാം. ഓൾസോ നമ്മുടെ കയ്യിലുള്ള സാപ്ലിംഗ് ഒക്കെ എടുത്ത് നമുക്ക് ആ ഒരു എൻ്റെ ഒരു ട്രീ ഫാമിനകത്ത് നട്ടു കൊടുക്കാം. അതിന് ഓൾസോ ഇവിടെ 2-3 നിപ്പുണ്ട്, അത് നമുക്ക് പൊട്ടിച്ചെടുക്കുകയും ചെയ്യാം വുഡിന് വേണ്ടി. അപ്പോൾ ഇത് വളരുന്നതിനനുസരിച്ച് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് കുറച്ച് സാധനങ്ങൾ സെറ്റായിട്ട് നമുക്ക് നേരെ ബിൽഡിങ് തുടങ്ങാം, പിന്നെ സാധനങ്ങൾ കളക്ട് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ബാക്കി ചെയ്യാം എന്നാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ നിൽക്കുന്ന ഈ ഒരു ഇതെല്ലാം പൊട്ടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ വുഡ് കിട്ടും. അപ്പോൾ അതും കളക്ട് ചെയ്ത് വളരുന്നതിനനുസരിച്ച് അതും കളക്ട് ചെയ്ത് സെറ്റാക്കാം. ഇനി നമുക്ക് കുറച്ച് സാൻഡ് സ്റ്റോൺ ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടി നമ്മുടെ അകത്തുനിന്ന് കുറച്ച് സാൻഡ് എടുത്ത് നമുക്ക് കുറച്ച് കൊള്ളാമല്ലോ, കുറേ ലെവലിൽ അവിടെ പൊഴിഞ്ഞ് വീണ് കിടക്കുന്നു ഗൈസ്. എന്തായാലും നമുക്കതങ്ങ് കളക്ട് ചെയ്ത് വെച്ചിരിക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ കയ്യിലുള്ള സാൻഡിനകത്ത് നിന്ന് കുറച്ച് സാൻഡ് സ്റ്റോൺ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഏകദേശം ഒരു 9 ഉണ്ട്. അപ്പോൾ അത് വെച്ച് നമുക്ക് ഐ തിങ്ക് ഒരു 30 ഉണ്ടാക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ അത് 56 ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഒരു 30 നമുക്കിപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കാം. അപ്പോൾ ഇനി ആവശ്യം വരുവാണെങ്കിൽ കുറച്ചും കൂടി ഉണ്ടാക്കാൻ കുഴപ്പമില്ല. ഒരു സ്റ്റാക്ക് വേണ്ടി വരും തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു 30 എന്താണ് ക്രാഫ്റ്റ് ചെയ്യാം. ചെറിയൊരു അപ്ഡേറ്റ് ഉണ്ട്. ഞാൻ അവിടെ നിന്ന് ഈ കുറേ ക്രാഫ്റ്റിംഗ് ടേബിൾ ഇതിൻ്റെ പേര് എന്താണ്, ഫർണസ് എല്ലാം ഒരു 2 കൂടെ എക്സ്ട്രാ ഉണ്ടാക്കി. ഞാൻ ഓൾസോ ഇതിനകത്ത് നമുക്ക് ഈ ഒരു ബിൽഡിന് ആവശ്യമുള്ള സാധനങ്ങളാണ് കളക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ചുമ്മാ ഇരുന്ന പെട്ടിയാണ്. അപ്പം കിട്ടുന്നതിനനുസരിച്ചിട്ട് ഇൻവെൻറ്ററി നിറയാതിരിക്കാൻ വേണ്ടി ഞാൻ ഇതിനകത്ത് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാമെന്ന് വിചാരിച്ച്. അപ്പം ഇത്രയും സാധനം സെറ്റായി. അപ്പം ഈ ഫർണസിനകത്ത് മെയിനായിട്ട് ഗ്ലാസ് ഉണ്ട്, പിന്നെ കുറച്ച് കോപ്പർ ഞാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് ഒരു ഡീറ്റെയിലിങ്ങിന് വേണ്ടി കുറച്ച് കോപ്പർ സ്മെൽറ്റ് ചെയ്യണം. അപ്പോൾ അതും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഏകദേശമൊക്കെ ഒന്ന് സെറ്റായി വരുന്നുണ്ട്. എപ്പോഴത്തെയും പോലെ സംസാരിച്ച് സമയം കളയാൻ ഒട്ടും സമയമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പെട്ടെന്ന് പറഞ്ഞിട്ട് പോകുന്നത്. മാത്രമല്ല, ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെ നമുക്ക് 300 സബ്സ്ക്രൈബേഴ്സ് ആവാൻ വേണ്ടി നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ബിക്കോസ് ഞാനിപ്പോൾ ഒത്തിരി വീഡിയോസൊക്കെ ഇട്ടുവാൻ കുറേ നാളായി നമ്മൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളൊരു 300 സബ്സ്ക്രൈബേഴ്സ് ആക്കാനായിട്ട് എന്തായാലും ട്രൈ ചെയ്യാൻ. ഓൾസോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ പറയുക. അപ്പോൾ അതാണ് കാര്യം. 2000 years later. ഇനി എനിക്ക് നോക്കാനുള്ള എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ മാപ്പിനകത്ത് എവിടെയാണ് സ്ഥലം കുറവായിട്ടുള്ളതെന്നാണ്. അപ്പോൾ നമ്മൾ 3 പണിഞ്ഞില്ലേ, അതിൻ്റെ ആ ഒരു അങ്ങോട്ടേക്കാണ് സ്ഥലക്കുറവുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ച് ആ ഒരു സ്ഥലത്തായിട്ട് നമ്മുടെ ഈ ഒരു ബിൽഡ് പണിയാണ്. ആൻഡ് ഓൾസോ നമ്മുടെ ഈ ഒരു
മാപ്പ് എപ്പോഴും ഇതുപോലെ എടുത്ത് നോക്കുന്നതിനേക്കാൾ നല്ലത് ഏതെങ്കിലും വോളെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് നോക്കുവാണെങ്കിൽ അതിൽ നല്ലത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഐറ്റം ഫ്രെയിം എടുത്തിട്ട് ഇവിടെ ആദ്യം വെക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇവിടെ താഴെ ഒരു ഐറ്റം ഫ്രെയിം ഇരിക്കണതുകൊണ്ട് അവിടെ വെക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ കുറേ വട്ടം നോക്കിയപ്പോൾ ഈ ഒരു സൈഡിലായിട്ട് ഇവിടെ ആയിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് എനിക്ക് കാണാനും കാര്യങ്ങൾക്കൊക്കെ പറ്റുന്നുമുണ്ട്. അപ്പം അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വേറൊന്നും ചെയ്യാനില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ ബിൽഡിൻ്റെ പണി തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ മൂണിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഇവിടെ തൊട്ട് നമ്മൾ നേരത്തെ ഒരു സ്പേസ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ തന്നെ പണിയാം. അപ്പോൾ കുറച്ചൊന്ന് ഈ ഒരു ഡേർട്ട് യൂസ് ചെയ്ത് കുറച്ചൊന്ന് ഫ്രണ്ടിലോട്ടായിട്ട് നമുക്ക് ഒരു സർക്കിൾ ആദ്യം സെറ്റാക്കണം. കാരണം ഇവിടെ ഫുള്ള് ഞാൻ ഒരു സർക്കിൾ തീമിലാണ് ചെയ്യുന്നത് എല്ലാ ബിൽഡും. അപ്പോൾ ആദ്യം ഇതും ഞാൻ ആ ഒരു സർക്കിളായിട്ടാണ് ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോൾ ആദ്യം ഡേർട്ട് വെച്ച് കുറച്ചൊരു പ്ലാറ്റ്ഫോം സെറ്റ് ചെയ്തിട്ട് ഒരു സർക്കിൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ എപ്പോഴത്തേം പോലെ സർക്കിൾ ഒരു സൈഡിലോട്ടൊന്നും ആയിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കറക്റ്റായിട്ട് എങ്ങനെയെങ്കിലും ഒരു സർക്കിൾ ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് ഗൂഗിളിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഗൂഗിൾ എനിക്ക് പറഞ്ഞു തന്ന്. അപ്പോൾ ആ ഗൂഗിൾ പറഞ്ഞ രീതിയിലാണ് ഞാൻ ഇന്നത്തെ സർക്കിൾ ക്രിയേറ്റ് ചെയ്യാൻ പോണത്. അപ്പോൾ ലാസ്റ്റ് സർക്കിൾ പോലെ തന്നെ ആവുമോ അത് സ്ക്വയർ ആവുമോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല. അപ്പോൾ നമുക്ക് ആദ്യം അത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇവിടെ ഒരു ബ്ലോക്ക് വെക്കുക, ഇവിടെ ഒരു ബ്ലോക്ക്. അപ്പോൾ അങ്ങനെ 5 ബ്ലോക്ക് വെക്കണം. മീൻസ് ഇവിടെ ഇപ്പോൾ 3, 4, 5. ഓക്കെ, അപ്പോൾ 5 ബ്ലോക്ക് ഇതുപോലെ വെക്കുക. എന്നിട്ട് ഇവിടെ ഒരു ടെമ്പററി ബ്ലോക്ക്, എന്നിട്ട് ഇവിടെ ഒരു സാൻഡ് സ്റ്റോണ്, പിന്നെ ഇവിടെ വെക്കുക. എന്നിട്ടൊരു ടെമ്പററി ബ്ലോക്ക് എടുത്തിട്ട് ഇവിടെ വെക്കണം. എന്നിട്ട് ഒരു സാൻഡ് സ്റ്റോൺ എടുത്ത് ഇവിടെ സാൻഡ് സ്റ്റോൺ ഇത് നമ്മുടെ ഡേർട്ടായിപ്പോയി. ആ ബ്ലോക്കും പോയി. നമുക്ക് സാൻഡ് സ്റ്റോൺ എടുത്ത് ഇവിടെ വെക്കുക. എന്നിട്ട് ഇതിൻ്റെ ഫ്രണ്ടിലോട്ട് ഒരെണ്ണം വെക്കണം. മീൻസ് ഇവിടെ ഒരെണ്ണം വെക്കുക. എന്നിട്ട് ഒരു ടെമ്പററി ബ്ലോക്ക് എടുത്ത് എന്നിട്ട് ഇവിടെ ടെമ്പററി ബ്ലോക്ക് വെക്കണ്ട, സാൻഡ് സ്റ്റോൺ വെക്കണം. ഓക്കെ, അപ്പോൾ സാൻഡ് സ്റ്റോൺ എടുത്തിട്ട് ഇതിൻ്റെ ഈ സൈഡിൽ ഇവിടെ അങ്ങനെ 5 എണ്ണം വെക്കണം. ഇനി ഇതേ സെയിം തന്നെ റിപ്പീറ്റായിട്ട് ചുറ്റിനും ചെയ്യണം. അത് ഞാൻ പറഞ്ഞു തരുന്നില്ല, ചെയ്തിട്ട് കാണിച്ചു തരാം. എല്ലാം പണിഞ്ഞു കഴിഞ്ഞിട്ട് ഈ ടെമ്പററി ബ്ലോക്ക്സ് ഉണ്ടല്ലോ അത് ഫുൾ അങ്ങോട്ട് പൊട്ടിച്ചങ്ങോട്ട് കളയണം. എന്നാലാണ് കറക്റ്റ് ആ ഒരു റൗണ്ട് ഷേപ്പ് കാണാൻ പറ്റുക. അപ്പം നമുക്ക് മാപ്പിൽ ചെന്ന് നോക്കാം ഇത് റൗണ്ട് ആയോ അതോ വേറെ എന്തെങ്കിലും ഷേപ്പ് ആയോ എന്നുള്ളത്. ആദ്യം ഈ ഡേർട്ടൊക്കെ എനിക്ക് കളക്റ്റും ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പെയ്യെ ചെയ്യണത്. പക്ഷേ പകുതി മുക്കാൽ സാധനവും താഴെ പോയിട്ടുണ്ടായിരുന്നു. എനിവേ നമുക്ക് ഇത് ഫുള്ള് ഈ ടെമ്പററി ബ്ലോക്ക് ഫുള്ളൊന്ന് പൊട്ടിച്ചളയാം. എനിക്കിനി മാപ്പ് എടുത്തുകൊണ്ട് വന്ന് കാണിക്കാനൊന്നും വയ്യ. അതുകൊണ്ട് ഞാൻ പില്ലർ ചെയ്ത് റൗണ്ട് ആയോ ഇല്ലയോ നോക്കാൻ പോവാണ്. ഓ ഗായ്സ്, കറക്റ്റ് റൗണ്ട് ഷേപ്പ് കിട്ടി. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് എനിക്കിതുപോലത്തെ പ്രോപ്പർ റൗണ്ട് ഷേപ്പ് കിട്ടണത്. എന്തായാലും ഇനി നമുക്കിനകം ഫുള്ളൊന്ന് ഫില്ല് ചെയ്യണം. അതിനുവേണ്ടി ഞാൻ മറ്റേ കൊബിൾ സ്റ്റോൺ ആയി യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് അകം ഫുള്ള് ഫില്ല് ചെയ്യാം. അപ്പം ഞാൻ ഈ ഒരു ബ്ലോക്ക് യൂസ് ചെയ്ത് ഇവിടെ അകം ഫുള്ള് ഫില്ല് ചെയ്യാണ്. അപ്പോൾ ഇന്നത്തേക്ക് ഇത് മതി, കാരണം കുറേ ടൈമായി. ആൻഡ് ഓൾസോ എനിക്ക് ടൈമില്ല ബാക്കി ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കതൊക്കെ അടുത്ത വീഡിയോയിൽ നോക്കാം. അപ്പോൾ ഇപ്പോൾ തൽക്കാലം ഞാൻ ഇത്രയും വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പം ബാക്കിയൊക്കെ നമുക്കിനി അടുത്ത വീഡിയോ ചെയ്യാം കേട്ടോ. സോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തവിടെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, സി യു. ഓൾസോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്തവിടെ കാണാം ഗൈസ്. അതുവരേക്കും ബൈ ബൈ, സ്റ്റേ ട്യൂൺഡ്.